ആഡിയസ് വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. 2026 ജനുവരി സെഷൻ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കേണ്ട അവസാന തീയതി 2026 മാർച്ച് 15 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നേ ഫെബ്രുവരി 28 തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. അത് മാർച്ച് 15 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ആൻഡ് സെമസ്റ്റർ ബേസ്ഡ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല, അത് ക്ലോസ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് 6 മന്തിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് കഴിയില്ല. അതുപോലെ തന്നെ MBA പോലെയുള്ള സെമസ്റ്റർ പ്രോഗ്രാംസിനാണ് നിങ്ങൾ PG പ്രോഗ്രാംസിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിനും സാധിക്കില്ല. ഇത് രണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇയർ വൈസ് പ്രോഗ്രാംസ് ആയിട്ടുള്ള PG, MA ഇംഗ്ലീഷ്, സോഷ്യോളജി, അത്തരത്തിലുള്ള കോഴ്സുകളും അതുപോലെ ഡിപ്ലോമ കോഴ്സുകളും അതുപോലെ തന്നെ BA 3 ഇയർ ഡിഗ്രി അതുപോലെ 4 ഇയർ ഡിഗ്രി ഇതിനൊക്കെ നിങ്ങൾക്ക് 15 തീയതി വരെ, ഈ മാസം മാർച്ച് 15 തീയതി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫോട്ടോഗ്രാഫ്സ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ SSLC, +2 അതുപോലെ ഡിഗ്രി, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്തത്, അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്. പിന്നെ PGക്കാണ് അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ MBA പോലുള്ള പ്രോഗ്രാംസിനാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കൂടി എന്ത് ചെയ്യണം, കൂടെ വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ SC, ST, OBC കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് മൈനോറിറ്റി, നിങ്ങൾക്ക് SC, ST വിഭാഗത്തിന് ഫീസിൽ ഇളവുകൾ ഉണ്ട്. അതുപോലെ OBCക്കാർക്ക് MBA പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ 5% മാർക്കിൽ ഇളവുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഇളവുകളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ OBC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SC, ST സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട്. അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 200 KB താഴെയായിരിക്കണം അത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അത് കംപ്രസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഇതുപോലെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് തുടങ്ങിയവയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഇഗ്നോയിലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് PDF മെറ്റീരിയലായിട്ട്, അതുപോലെ പ്രിന്റഡ് ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നിങ്ങൾ PDF ബുക്ക് അതുപോലെ സോഫ്റ്റ് കോപ്പിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസിൻ്റെ 15% ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം വെച്ച് നോക്കിയിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് PDF മെറ്റീരിയൽ ലാപ്ടോപ്പ് അതിൽ ഫോണിലോ നോക്കിയിട്ട് പഠിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ് കോപ്പി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ചെയ്യും. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളൊക്കെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എജുഫിക്സ് അക്കാദമിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങളുടെ അഡ്മിഷൻ എടുത്തു തരികയും A to Z കാര്യങ്ങൾ, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ലഭിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തരുന്നതാണ്. ഒരു സമയത്തും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ടിങ്ങും മെൻറ്ററിങ്ങിനും ഞങ്ങൾ അവൈലബിൾ ആയിരിക്കും. അത്തരത്തിൽ നിങ്ങൾ എല്ലാ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ എടുത്ത് നൽകുക. അഡ്മിഷന് ശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് അറിയിക്കുന്ന ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെ നമ്മൾ ഫ്രീ ആയിട്ട് ആഡ് ചെയ്യും. അതുപോലെ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും അറ്റ് ദ വെരി ഫസ്റ്റ് മൊമെന്റ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇതിലേക്കൊക്കെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതിലേക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ, ഇൻഫർമേഷൻ, അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.